ഹായ്, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പാരൻസിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഫുൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്പീച്ച് തെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി, ഫിസിയോതെറപ്പി, അങ്ങനെ ഒത്തിരി കാലങ്ങളോളം ഈ കുഞ്ഞുങ്ങളുടെ പുറകെ ആയിരിക്കും പാരൻസ് പോകുന്നത്. ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പോലും, ഒന്ന് വിശ്രമിക്കാൻ പോലും ഇവർക്ക് പറ്റുന്നുണ്ടാവില്ല. നിലവിലെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഭിന്നശേഷി പുനരധിവാസ മേഖല ഒരു സർവീസ് എന്നുള്ളതിനേക്കാളും ഒരു ബിസിനസ്സായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി നമുക്കൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളും അതുപോലെ പാരൻസും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. ഒട്ടും ട്രെയിൻഡ് അല്ലാതെ ഈ 4-4.5 വർഷത്തോളം പഠിച്ച് ചെയ്യേണ്ട ഈ തെറപ്പികളൊക്കെ തന്നെയും ഒട്ടും ട്രെയിൻഡ് അല്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത ആളുകളാണ് പല സെൻറ്റേഴ്സിലും തെറപ്പി എടുക്കുന്നതെന്നുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നുകൂടെ നമ്മളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്തരം സെൻറ്റേഴ്സിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്ന മറുപടി, അവർ പാരൻസിനെ കൂടെ ഇൻഫോം ചെയ്തിട്ടാണ്, പാരൻസിൻ്റെ അടുത്ത് ഈ യാഥാർത്ഥ്യം പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഒട്ടേറെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വരം ഉയർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ചോദിക്കേണ്ടത് നമ്മൾ പാരൻസാണ്. അപ്പോൾ പാരൻസ് പോലും അവരുടെ അവകാശങ്ങൾക്ക് നേരെ മുഖം മറയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അവർക്ക് കൊടുക്കുന്നത് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് അല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി എന്തുകൊണ്ട് പാരൻസ് അതിന് തയ്യാറാകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനിയും നിങ്ങൾ പാരൻസ് ഇതിനെതിരെ ശബ്ദം ഉയർത്തിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ മക്കളുടെ ഭാവി എന്താവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.